തിരുവനന്തപുരം നഗരത്തെ കുറച്ച് ദിവസം കൊണ്ട് ഇളക്കി മറിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും ഒരു സാധാരണ ബസ് ഡ്രൈവറും തമ്മിലുള്ള ഇഷ്യൂ. അത് നടന്നിട്ട് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയകളിലെല്ലാം അത് തരംഗമായിട്ടത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നടന്ന സംഭവങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭൂരിഭാഗവും അതിനെ മേയർക്ക് അനുകൂലമായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. ഭൂരിഭാഗവും അതിനെ എതിരഭിപ്രായം പറഞ്ഞതാണ്. 90% സോഷ്യൽ മീഡിയകളിൽ വരുന്ന പ്രതികരണങ്ങളും നമ്മുടെ മേയർക്കെതിരെയും മേയറുടെ ഹസ്ബൻഡിനെതിരെയൊക്കെയാണ് വരുന്നത്. അത് എന്താണെന്ന് ഒന്ന് ചെറിയൊരു അനാലിസിസ് നടത്താം എന്നാണ് വിചാരിച്ചത്. അത് ശരിക്കും ഒരു അധികാരത്തിൻ്റെ ഒരു ധാർഷ്ട്യമോ അങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും ഇവർ ചിലപ്പോൾ മേയറും MLA ആണെന്ന് ഇവരുടെ ഉള്ളിൽ വളരെമായ അഹന്തയിൽ അവർ പോവായിരിക്കും. പലപ്പോഴും പണ്ടൊരു DGP ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും രാത്രിയിലൊന്നും പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ യൂണിഫോമിൽ തന്നെ ആയിരിക്കണമെന്ന്. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും യൂണിഫോമിലല്ലാതെ പോയി മേലുദ്യോഗസ്ഥന്മാരെ നോക്കി വെച്ചിട്ട് സാധാ പോലീസുകാരെ ചവിട്ടിക്കൂട്ടി ലോക്കപ്പിലിട്ടിട്ട് കുറച്ച് അടിയും കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മേലുദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ സാർ മേലുദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞില്ല എന്നുള്ള ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു DGP ആണ് പണ്ടൊരു സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലറിനകത്ത് പറഞ്ഞ് രാത്രി നിങ്ങൾ ഏത് ഉന്നത ഉദ്യോഗസ്ഥൻ, പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നോക്കി വെച്ചിട്ട് ഇവർക്ക് എതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർ യൂണിഫോമിലൊന്നും അല്ലാതെ സ്റ്റേഷനിൽ നിന്ന് കയറിയ എടുത്തിട്ടങ്ങ് ചാമ്പി ലോക്കപ്പിലിട്ടിട്ട് അവരെ യൂണിഫോമിലല്ല അതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുകൊണ്ടാണ് DGP അന്നൊരു സർക്കുലർ ഇറക്കിയത്. ആര് തന്നെ രാത്രി പോലീസ് സ്റ്റേഷൻ വിസിറ്റിന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ പോയാലും യൂണിഫോമിലായിരിക്കണം. ഇവിടെ ഈ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും അവർ യാതൊരു ഓർണമെൻ്റൽ ഡ്രസ്സിലോ അല്ല അവർ വരുന്ന വാഹനങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവരെ തിരിച്ചറിയാൻ പലപ്പോഴും ഈ ഓഷോയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ധരിക്കുന്ന റോബ് വെച്ചിട്ടാണ് നമുക്ക് വില. നല്ലൊരു പുരോഹിതനാണെങ്കിൽ പോലും അതിനകത്തൊരു ഫ്രോഡ് ഒളിച്ചിരിക്കുക. നല്ലൊരു പുരോഹിതൻ്റെ വേഷം ഇടുമ്പോഴത്തേക്കും നമ്മൾ ആ പുരോഹിതനായിട്ട് മാനിക്കുന്നെങ്കിലും അതിനകത്ത് 1% പുരോഹിതന്മാർ വെറും ഫ്രോഡായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ പലരും അങ്ങനെ തന്നെയാണ്. യൂണിഫോമിൻ്റെ വിലയാണ് നമുക്ക് പലർക്കും നൽകുന്നത്. ഇവിടെ ഒരു യൂണിഫോം ഇല്ല, അതുകൊണ്ട് അവർക്ക് ഔദ്യോഗിക വാഹനമില്ല, ഈ ഡ്രൈവർ തിരിച്ചറിഞ്ഞില്ല. ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഒരു പൗരന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഇവർക്കിവിടെ കിട്ടിയത്. അവർ പട്ടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പലതവണ ശ്രമിച്ചു, സൈഡ് കൊടുത്തില്ല. KSRTC ഡ്രൈവറെ നമുക്ക് കുറ്റം പറയാൻ നോക്കില്ല. പലപ്പോഴും എൻ്റെ ഭാര്യ വീട് തൃശ്ശൂരാണ്. പലപ്പോഴും ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ കാർ ഓടിച്ച് വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും അറിയാം, ഓടിച്ച് വരുമ്പോൾ നമുക്ക് AC കാറാണെങ്കിൽ പോലും നമ്മൾക്ക് പുഴുങ്ങിപ്പോകും. നല്ലൊരു SUV ടൈപ്പ് വണ്ടിയാണ് എൻ്റേത്. എന്നാൽ പോലും നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമ്മളൊരു പരുവമായിട്ടാണ് വരുന്നത്. അപ്പോൾ KSRTC വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാം. അവന് ഒരു 750 രൂപയ്ക്ക് വേണ്ടി അവൻ വർക്ക് ചെയ്തതാണ്. അവൻ ആ തൃശ്ശൂരിൽ തുടങ്ങി തിരുവനന്തപുരം വരെ എത്തി അവനെ പിടിച്ച് ലോക്കപ്പിലോട്ട് കൊണ്ടുപോയി. ഇതൊരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജനപ്രതിനിധികളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജനങ്ങളുടെ സേവകരാണ്. അപ്പോൾ ജനങ്ങളെ നമ്മൾ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി പെരുമാറുകയൊക്കെ ചെയ്യേണ്ടവരാണ്. ഒരു തൊഴിലാളിയുടെ മകളാണ് ശരിക്കും പറഞ്ഞ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ അവർക്ക് ഈ ഒരു തൊഴിലാളിയുടെ വിഷമവും ഇത്രയും അവന് KSRTC ബസ് ഓടിച്ചു അവനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഒരു സാധാരണക്കാരനായിരുന്നു അവൻ. അപ്പോൾ അവർ പറയുന്നു, അവരുടെ ശബ്ദശകലങ്ങൾ പലതും അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോയി, മറ്റേ കാറിനെ അടിക്കാൻ പോയി, ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്, എത്രയും പെട്ടെന്ന് ടൈമിൽ ഇവിടെ എത്തിക്കണം, അവൻ ഉറക്കം പോലും വന്നിരിക്കുന്നതെന്നാണ് അവൻ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ പറഞ്ഞത്. അവനെ ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അവനെ കരുതണം. അവൻ്റെ ഭാഗത്തുനിന്ന് അത്രയൊക്കെയുള്ള ബിഹേവിയറെ പ്രതീക്ഷിക്കാനും പാടുള്ളൂ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. അവനെ വിട്ടേക്കാം. അവൻ്റെ പഴയ കേസുകളൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ കേസുകളും പലരും സോഷ്യൽ മീഡിയ കൂടെ എടുത്തിട്ട് ആര്യ രാജേന്ദ്രനെയും കുറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് പഴയ കേസുകളൊക്കെ മിനിറ്റുകൾക്കകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ ശ്രീലമ്പടനാണെന്നും ശ്രീവിടകനാണെന്നും ഒക്കെ പറഞ്ഞുള്ള കേസുകൾ വന്നു. ആര്യ രാജേന്ദ്രനെതിരെയും പണ്ട് രാംനാഥ് കോവിന്ദിൻ്റെ വാഹന വ്യൂഹം പ്രസിഡന്റ് വന്നപ്പോൾ അതിലേക്ക് ഒരു വിവരമില്ലാതെ ഓടിച്ചു കയറ്റിയ മേയർ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുള്ള വാഗ്വാദങ്ങളും ഒക്കെ നടക്കും. ഇതൊരു ചെറിയൊരു ഈഗോ ക്ലാഷിൻ്റെ പുറത്തുണ്ടായ ഒരു ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ മേയറാണെന്നോ MLA ആണെന്നോ ഒരു KSRTC ഡ്രൈവർക്ക് അറിയണമെന്നില്ല. അവൻ ലൈംഗിക ചേഷ്ട കാണിച്ചതാണോ എന്നറിയില്ല. അവൻ ചിലപ്പോൾ ഇവരിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്തിനായി ഇങ്ങോട്ട് കുത്തി കയറ്റുന്നു വല്ലതും ചോദിച്ചോ എന്നറിയത്തില്ല. അതുപോലെ ഡ്രൈവർ ക്യാബിനിൽ മിക്കവാറും ഇരുട്ടായിരിക്കും. അതിനകത്ത് ഒരു എത്രയും ഹൈറ്റിലിരിക്കുന്ന ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് പട്ടത്തുനിന്ന് അങ്ങോട്ട് പോകുന്ന ആ റോഡ് വളരെ തിരക്കേറിയ റോഡിലിരുന്നുകൊണ്ട് എന്ത് ചേഷ്ട കാണിച്ചു എന്നുള്ളതെന്ന് അറിയില്ല. ഇതൊക്കെ സാധാരണ ഡ്രൈവർ ഇതെങ്ങോട്ട് കുത്തിക്കയറ്റി ചോദിച്ചു കാണും ചിലപ്പോൾ. അത് KSRTC ബസ്സിന് ഒരു ഒറ്റ അടി പാതയാണ്. അവിടെ ഓവർടേക്ക് ചെയ്യാനൊന്നും വളരെ സ്ഥലങ്ങളില്ല. സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുന്നത് ശരിയല്ല. ഒരു KSRTC ബസ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പട്ടത്തൂർ നമ്മൾ സ്ഥിരം പോകുന്നതാണ്. നമുക്കറിയാം അവിടെ ഒന്നും ഓവർടേക്ക് ചെയ്യാറില്ല. KSRTC ബസ് പോകുന്നത് അതിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ MLAയും മേയറുമാണെന്നുള്ള ഹുങ്കി ചിലപ്പോൾ മുമ്പിലോട്ട് ഓടിച്ചു പോയതായിരിക്കും. ഇവർക്ക് ഔദ്യോഗിക വാഹനമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചവർക്ക് മാത്രമേ അംഗീകാരമുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ നമ്മൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യും? ഒരു മിന്നാമിനിങ്ങനെ പിടിച്ച് തലയിൽ വെച്ചുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ സാധാരണക്കാർക്ക്.
അപ്പോൾ അങ്ങനെയുള്ള ഹൈറ്റ് വെച്ചവരെ മാത്രം അംഗീകരിക്കുന്ന ഒരു സ്ഥലമാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രിട്ടനിലൊക്കെ ചെന്നപ്പോൾ കണ്ടാണ്, ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ അവർക്കൊരു വാഹനം പോലും ഇല്ല. ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റൊക്കെ ബ്രിട്ടീഷ് MP നടന്നു പോകുന്നതൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് നടന്നു പോകുന്നത് കണ്ട. അവർക്ക് ഇനി ആടയാഭരണങ്ങളില്ല. ജനങ്ങളുടെ സേവകരാണെന്നൊരു ബോധം വേണം. അല്ലാതെ MLA ആയി കഴിയുമ്പോഴും മേയർ ആയി കഴിയുമ്പോഴും ഞാൻ എന്തോ മഹാസംഭവമാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കെതിരെ പറഞ്ഞ രാജഭരണകാലത്തെ പോലെ അവരുടെ തലവെട്ടിക്കളയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ജനങ്ങളുടെ സേവകരാണ് എന്നൊരു ബോധം ഉദിക്കണം. കാര്യം എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ ആര്യ രാജേന്ദ്രൻ എന്നൊക്കെ പറയുന്ന മേയർക്ക്, എൻ്റെ മൂത്ത മോളുടെ പ്രായമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇനിയും ജീവിതത്തിൽ മെച്ചുവറായി വരുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ പ്രായത്തിൽ അധികാരം കിട്ടിയപ്പോൾ അവർക്കത് തലയ്ക്ക് പിടിച്ചതാണോ എന്നറിയില്ല. പലപ്പോഴും ജനങ്ങളുടെ സേവകരാണെന്നുള്ള ബോധം നഷ്ടപ്പെടുന്നു. MLA അവരെ യാത്രക്കാരെ പരിവരെ അവിടെ ഇറക്കി വിട്ടൊക്കെ വളരെ തെമ്മാടിത്തരമായ കാര്യമാണ്. അവർ ബുക്ക് ചെയ്ത കാര്യമാണ്. അതും പല പെൺകുട്ടികൾ ആര്യ രാജേന്ദ്രനെ പോലുള്ളവർ കാണും. അവർക്ക് ആ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ തന്നെ അവിടെ ഇറങ്ങേണ്ടി വന്നു ആ പാതിരാത്രിക്ക്. അത് വളരെ കഷ്ടകരമായ കാര്യമാണ്. യാത്ര ഒരു 2 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ ആ യാത്ര അവസാനിക്കരുത്. ബസ്സിന് കുറുങ്ങെ വണ്ടി ഇട്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പടങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു നിയമലംഘനമാണ്. ട്രിപ്പ് മുടക്കിയാൽ ഒരു നിയമലംഘനമാണ്. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ ഉണ്ട്. ഈ ആര്യ രാജേന്ദ്രനും ഹസ്ബൻഡിനും പോയിട്ട് അവിടെ പരാതിപ്പെടാം. ഒരു മേയറും ഒരു MLA പോയി പരാതിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കണ്ടോൺമെൻറ്റ് പോലീസ് അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ട്രിപ്പ് അങ്ങ് പൂർത്തിയാക്കാൻ അനുവദിക്കാമായിരുന്നു. ബസ്സിനകത്ത് കയറി കാണിച്ചു തെമ്മാടിത്തരമാണ്. ഒരു MLA ആയാൽ പോലും ആ ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തെറ്റായ കാര്യങ്ങളാണ്. അപ്പോൾ 2 സൈഡിലും തെറ്റുകളുണ്ട്. ഇവനും അത്ര നീറ്റാണെന്നോ KSRTC നീറ്റാണെന്നോ ഒന്നുമല്ല സ്ഥാപിക്കുന്നത്. പക്ഷേ അതിനകത്തിരുന്ന 15 യാത്രക്കാരെയെങ്കിലും മാനിക്കേണ്ടതായിരുന്നു. അവർക്ക് സുരക്ഷിതമായിട്ട് ആ വണ്ടി അങ്ങ് ട്രിപ്പ് പൂർത്തിയായതിനു ശേഷം ആ നമ്പറൊക്കെ നോട്ട് ചെയ്ത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോഡിൽ ഷോ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതായത് പല വീഡിയോസിനകത്തും കൊണ്ട് ഈ റോഡ് നിൻ്റെ തന്തയുടെ വകയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും KSRTC അത് നിൻ്റെ തന്തയുടെ വകയാണെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വാഗ്വാദത്തിലൊന്നും ഇട കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് പലപ്പോഴും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു സാധാരണക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പോകാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും ജെനുവിനായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അത് സ്റ്റേഷനിൽ ബോധിപ്പിക്കാം. അവിടെ ചെല്ലുക ഉടൻ തന്നെ. ഇവരെ ഒന്ന് അവിടെ 1-2 സ്റ്റോപ്പിൽ വണ്ടി നിർത്തപ്പെടുത്തേക്ക് ഇത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ പോയി അത് അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. പക്ഷേ കാണിച്ചത് ഒരു അതിക്രമമാണ്. ഇതൊരു സാധാരണക്കാരനായിരുന്നു ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇതുപോലെ ബസ്സിൻ്റെ കുറുകെ വണ്ടി ഇട്ടിട്ട് അവനെ തടസ്സപ്പെടുത്തി ചീത്ത വിളിച്ച്. ഇപ്പോൾ ഒരു മേയറും MLA ആയതുകൊണ്ട് ജനങ്ങളത് അംഗീകരിച്ചു. അറിയുന്നവരാണ്. കുറേ ആൾക്കാർക്ക് അറിയുന്നവരാണ്. ഇവർ ജനങ്ങളുടെ സേവകരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അല്ലാതെ അവർക്കെതിരെ പറയുന്നവർക്കെല്ലാം കൊടുവാളുർത്തി അവരെ നിഗ്രഹിച്ചു കളയുന്നുള്ള തോന്നലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈഗോ 0 ആയിട്ട് എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുക. അവനെ ഫോൺ വിളിച്ച് തിരിച്ച് സോറിയൊക്കെ പറയുന്നുണ്ട്. അവനത്ര നല്ല പുള്ളിയാണെന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അവന് ഇത്രയും ദീർഘദൂരം ഓടിച്ചു വരുന്നവനെ തിരിച്ച് ലോക്കപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. അത് ഒരു മനുഷ്യത്വരഹിതമാണ്. അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ കേസ് കൊടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മജിസ്റ്റീരിയൽ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷനുണ്ട്. അത് ഒരു പോലീസ് സ്റ്റേഷനിൽ ആ കേസ് എടുക്കുന്നില്ല, മജിസ്റ്റീരിയൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതൊരു വക്കീലിനെ കണ്ടാൽ അവനൊരു മജിസ്റ്റീരിയൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ അവൻ്റെ ഭാഗം ശരിയാണെന്നിരിക്കും. അപ്പോൾ CCTVയിൽ തെളിവുകളില്ല, അതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആരോപണങ്ങളെല്ലാം കാറ്റിൽ നിൽക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആരോപണങ്ങൾ അങ്ങോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു തെളിവ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഏതെങ്കിലും വീഡിയോ ഫുട്ടേജുകൾ എടുത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ വാഗ്വാദങ്ങളും കാര്യങ്ങളും ലൈംഗിക ചേഷ്ട കാണിച്ചോ അതോ കാണിച്ചോ എന്നൊന്നും വീഡിയോ ഫുട്ടേജൊന്നും എടുത്തിട്ടില്ല. ബസ്സിൽ അങ്ങനെ ഇത്രയും ദീർഘദൂരം ഓടിച്ചു വരുന്നതിന് ഡ്രൈവർ ക്യാബിനിൽ ഇരുട്ടുമാണ്. ഇതൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. ഇത് പക്ഷേ ആരോ വക്രബുദ്ധി ഉപയോഗിച്ച് കൊടുത്തതാണോന്നും അറിയില്ല. സത്യസന്ധമാണെങ്കിൽ അതൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. വേറെ ഒരു ലേഡിയും ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ KSRTC ഡ്രൈവറുടെ കാര്യവും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ലംഘിക്കപ്പെട്ടാണ്. അതിനൊക്കെ നിയമപരമായ വഴികളുണ്ട്. നമുക്ക് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ പോലെ ഇവർ വേഷങ്ങളിലൊക്കെ ആയിരുന്ന വേഷങ്ങളിലാണ്. ക്രിസോസ്റ്റം തിരുമേനിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കലും ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല ചൂടായതുകൊണ്ട് ബിഷപ്പിൻ്റെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി അവിടെ ഇരിക്കുക. പുള്ളിക്കാരൻ ദാഹിച്ചു. പലരോടും ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം തരുമോന്ന്. സ്റ്റേഷനിലൊക്കെ നിർത്തിയപ്പോൾ ആരും എടുത്തു കൊടുത്തില്ല. അപ്പോൾ തിരുമേനിയാണെന്ന് അറിയത്തില്ല. അവസാനം തിരുമേനി ആ ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരുമേനി ഒരു കരിക്ക് ചോദിച്ചപ്പോൾ 10 കരിക്ക് കിട്ടിയെന്നും ഒരു വെള്ളം ചോദിച്ചപ്പോൾ 10 ഗ്ലാസ് വെള്ളം വന്നെന്നൊക്കെ പറയും. പലപ്പോഴും ഈ വേഷവിധാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്, സാർ നിങ്ങളെ തിരിച്ചറിയത്തില്ല. ഒരു കോഴിക്കോട് അവിടെ നിന്ന് ആ ഭാഗത്തുള്ള ഒരാൾക്ക് ഇവിടുത്തെ തിരുവനന്തപുരത്തെ മേയറെ അറിയണമെന്ന് നിർബന്ധമില്ല, MLA അറിയണമെന്ന് നിർബന്ധമില്ല. കേരളത്തിലെ ഒരു ചെറിയ 10-20 MLA ഒരു സ്ഥലത്തും അറിയത്തില്ല. അപ്പോൾ കേരളം ഒന്ന് പോലും എക്സെപ്റ്റ് ചെയ്യും. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് ഡൽഹിയിലൊക്കെ സംസാരിക്കുമ്പം നമ്മുടെ കേരളമൊക്കെ അവിടുത്തെ ഒരു ജില്ലയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത്ര ചെറിയൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഇവിടുത്തെ ഒരു MLA മേയറോ ഒന്നും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലും അറിയത്തില്ല. നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ളവർക്ക് അറിയണമെന്നൊന്നുമില്ല.
അറിഞ്ഞിരിക്കണമെന്നുള്ളതൊക്കെയാണ്. പക്ഷേ എന്നാലും അറിയില്ല, പലർക്കും അറിയില്ല. അവർ തിരിച്ചറിഞ്ഞെങ്കിൽ അവർ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ പെരുമാറി. എന്തായാലും ചെയ്തതിനൊന്നും ആയിരിക്കില്ല. പക്ഷേ രണ്ട് ഭാഗത്തും വളരെയധികം ഗ്രേവ്സ് ആയിട്ട് ഒഫൻസ് ഉണ്ട്. KSRTCക്കാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. തിരിച്ച് ഇതിലും പറഞ്ഞ ഉടനെ എന്താടാന്ന് പറഞ്ഞാൽ വാപ്പാടാ ഇവിടെ നിന്റെ തന്തയുടെ വകയാടോ റോഡെന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിച്ച് അത് നിന്റെ തന്തയുടെയും വകയല്ലല്ലോ എന്ന് പറഞ്ഞു. അതിപ്പോൾ അറിഞ്ഞിട്ടാണോ പറയുന്നറിയില്ല. പക്ഷേ പോലീസുകാരുടെ കേസ് പറഞ്ഞില്ലേ, രാത്രി വരുമ്പോൾ വിരോധമുള്ള എംഎംമാരാണ് യൂണിഫോം ഇല്ലാതെ വരുന്നെങ്കിൽ ലോക്കപ്പിൽ കയറ്റിയിട്ട് 2 പൂച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതും പറയാനില്ല. നമ്മൾ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഹുങ്കൊന്നും പാടില്ല. അവർക്ക് അവരുടെ വാഹനം, ഞാനിപ്പോൾ എൻ്റെ വാഹനം ഓവർടേക്ക് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. സൂപ്പർ ഫാസ്റ്റ് ആ സ്പീഡിലാണ് പോകുന്നത്. അത് പോട്ടെ, അതിൻ്റെ പുറകെ സാവധാനം പോയാൽ മതി. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ, ഇനി കല്യാണ സ്ഥലത്തുനിന്ന് ഇവർ മദ്യപിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസും വരുന്നുണ്ട്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ പോലും ഇങ്ങനെയുള്ള മോശമായ ഇമേജ്, ഇപ്പോൾ ഈ ഇമേജ് മോശം, അത് KSRTC ഡ്രൈവറുടെ ഒന്നുമല്ല, ഈ ജനപ്രതിനിധികളായ മേയറുടെ MLA ഇമേജാണ് വളരെയധികം സമൂഹ മധ്യത്തിൽ അടിച്ചു പോയത്. അവർ കുറച്ചുകൂടെ നീറ്റായിട്ടൊക്കെ പെരുമാറണം. അവർ ജനപ്രതിനിധികളാണ്. ഇവൻ വെറൊരു തൊഴിലാളിയാണ്. അവനോട് പെരുമാറുമ്പോഴത്തേക്കും അവനെ നമ്മൾ മനസ്സിലാക്കണം. അവൻ തൃശ്ശൂരിൽ നിന്ന് അവൻ ഓടിച്ചു വരുന്നവനാണ്. അവനെ വളരെ കഷ്ടപ്പെട്ടു. അവന് മുൻകാല കേസുകളുണ്ടായിരുന്നു. അതും ഇതൊന്നും കുത്തിപ്പോക്കേണ്ട കാര്യമില്ല. അവന് എന്തായാലും ഇപ്പോൾ KSRTCയിൽ അവൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരിക്കും അന്വേഷണ വിധേയമാകേണ്ട ഒരു സംഭവമാണ്. ശരിക്കും അന്വേഷിക്കുക, അതിനുശേഷം കൊടുക്കുക. എന്തായാലും പെരുമാറിയത് ഞാൻ ഒരു പാർട്ടിയുടെയും വ്യക്തമല്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം, റോഡിൽ കിടന്ന് ഇത്രയും അഗ്ലി ആയിട്ടുള്ളൊരു പെരുമാറ്റം ഒരു മേയറുടെയും MLAയുടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മോശമാണ്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിയമപരമായിട്ട് അവർക്ക് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമായിരുന്നു. തീർച്ചയായിട്ടും അന്വേഷിക്കും. കാര്യം ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് മേയർ MLA. അവർ പറഞ്ഞ കേസിനെ അവർ അപ്പം തന്നെ എടുക്കും. അല്ല റോഡിൽ കിടന്ന ഒരു ഷോയും യാത്രക്കാരെ ഇറക്കി വിടുകയും 2 കിലോമീറ്റർ കഴിഞ്ഞ് തമ്പാനൂർ ആ വണ്ടി ചെല്ലുമായിരുന്നു. തീർച്ചയായിട്ടും ചെല്ലുമായിരുന്നു. അത് ചെയ്യേണ്ടതായിരുന്നു. വാസ്തവത്തിൽ ലൈംഗിക ചേഷ്ട എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇത്രയും ദീർഘദൂരം ഓടിച്ചു വന്ന ഒരുത്തൻ ആ ഡ്രൈവർ ക്യാബിനിൽ ഇരുട്ടിലിരുന്ന് എന്ത് കാണിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. വാസ്തവത്തിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടേ തെറ്റ്. ചിലപ്പോൾ എങ്ങോട്ട് കുത്തിക്കയറ്റി കൊണ്ടുവന്നു വല്ലതും കൈയെടുത്ത് കാണിച്ചോ എന്ന് പറയുന്നില്ല. അവൻ്റെ സംഭാഷണമുണ്ട് മേയറുമായിട്ട്. അതിലും അവനിങ്ങനെ തന്നെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാനങ്ങനെ കാണിച്ചിട്ടറിയില്ല. അവനത്ര നല്ല പുള്ളിയാണെന്നും പറഞ്ഞില്ല. KSRTC ഡ്രൈവർമാരുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ റോഡിൽ കാണുമ്പോൾ നമ്മൾക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടാകുമ്പോൾ നമുക്കും ദേഷ്യം വരാറുണ്ട്. പക്ഷേ നമ്മളതെല്ലാം ഉള്ളിൽ ഒതുക്കി വളരെ ശാന്തമായിട്ട് പോകും. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ടാറ്റാ നെക്സോണിൻ്റെ പുറകെ കൊണ്ടൊരു സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് ഞാനത് നന്നാക്കിയതേ ഉള്ളൂ. നന്നാക്കിയിട്ടിരിക്കുകയാണ്. എനിക്ക് അവസാനം ഞാൻ വക്കീലാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കൊരു 1500 രൂപ എടുത്ത് തന്നു. അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസിൽ കൊടുത്തു. പിന്നെ ഞാൻ കേസൊന്നും എടുത്തില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കും റോഡിൽ നിത്യസംഭവമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മാസം മുമ്പ് ആണ് എനിക്ക് ആ സംഭവം ഉണ്ടായത്. എൻ്റെ വണ്ടിയുടെ പുറവശം മൊത്തം ഒരു സൂപ്പർ ഫാസ്റ്റ് വന്ന് ഇടിച്ച് തകർന്നു പോയി. എന്നിട്ട് അത് ഞാൻ വീണ്ടും റിപ്പയർ ചെയ്ത് എടുത്തു. പക്ഷേ അന്ന് വെഞ്ഞാറമൂട് സ്റ്റേഷനിലാണ് ഞങ്ങൾ പോയത്. വെഞ്ഞാറമൂട് സ്റ്റേഷൻ്റെ ലിമിറ്റിലായിരുന്നു. അവിടെ വെച്ച് കേസെടുക്കാതെ തന്നെ എനിക്ക് ഒരു 1500 രൂപയൊക്കെ കയ്യിൽ വെച്ച് തന്നു. ഞാനത് വെച്ച് റിപ്പയർ ചെയ്തു. വേറെ ആർക്കാണ് അവർ കൊടുക്കത്തില്ല. അതിൽ അന്ന് സ്റ്റേഷനിൽ വെച്ച് ട്രിപ്പ് പോലും അവർ മുടക്കി. പോലീസുകാർ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ മുടക്കി. റോഡിൽ ഇവരെത്ര നീറ്റാണെന്നും പറയുന്നില്ല. ചിലപ്പോൾ ഓവർ സ്പീഡിലൊക്കെ വരുന്ന നമ്മുടെ വണ്ടിയുടെ പുറകിലും കൊണ്ടിടിക്കാം. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ അവർ ഇച്ചിരി കൂടെ വിനീതരായിരിക്കണം. ജനങ്ങളുടെ ആൾക്കാരാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കുക എന്നുള്ള രീതിയിൽ പെരുമാറിയാൻ പറ്റും. സാധാരണ തൊഴിലാളികളോട് ഏറ്റുമുട്ടുമ്പോൾ അത് അവരുടെ ഇമേജിനാണ് കുഴപ്പമുണ്ടാകുന്നത്. അവന് ഇപ്പോഴും വലിയ ആളായിട്ട് നടക്കുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയകളിലും അവന് തിരിച്ച് കേസ് കൊടുക്കും. അപ്പോൾ അതിന് CCTV ഫുട്ടേജുകളില്ല. അത് വളരെ ഇഷ്യൂസായിട്ട് മാറും. ഇവർ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്, ജനങ്ങൾ കൊടുത്ത അധികാരം മാത്രമേ അവർക്കുള്ളൂ. അല്ല വേറെ അധികാരങ്ങളൊന്നുമില്ല. അവരെ ജനങ്ങളുടെ ഇടയിൽ അവർക്കാണ് അവരുടെ പേരും പെരുമയൊക്കെയാണ് പോകുന്നത്. അത് ഏത് ജനപ്രതിനിധിയും അല്ലെങ്കിൽ ഏത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. നിയമപരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വഴി കിടന്ന് ചെങ്കൽച്ചുള്ളിലെ ആൾക്കാർ അടിക്കുന്ന പോലെ അടിക്കാൻ പാടില്ല. ഒരു MLAയും ഒരു മേയറും ഒന്നും അടിക്കാൻ പാടില്ല. യാത്രക്കാരെ ഇറക്കി വിട്ടതും യാത്രക്കാരുടെ മൊഴി എടുത്തപ്പോൾ യാത്രക്കാർ 15 പേരിൽ ഒരാൾ പോലും ഇവർക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ജനങ്ങളുടെ ശക്തിയാണെങ്കിൽ ഇവർ പറഞ്ഞില്ല. ഇവർ പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് 15 പേരും മൊഴി കൊടുത്തായിട്ടാണ് റിസർവ് ചെയ്ത ആൾക്കാർ. അപ്പോൾ അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 2-3 പേര് പറഞ്ഞാൽ തന്നെ തെളിവ് അത്രയും സ്ട്രോങ് ആണ്. ഈ 15 പേരോട് ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ ഡ്രൈവർക്കെതിരെ തെറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് കൂലങ്കഷമായിട്ടൊക്കെ ചിന്തിക്കേണ്ടതാണ്. അത് എന്തെങ്കിലും ഇങ്ങനെ ഒരു അശ്ലീലാംഗം ഉണ്ടെങ്കിൽ അതിനൊരു വേറെ രീതിയിൽ നമുക്ക് നടപടിയെടുക്കാം. അത് റോഡിൽ വാഹനം തടയുന്നവരെ ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് മാത്രമേ ഉള്ളൂ. ജനപ്രതിനിധികൾക്കൊന്നും ജനങ്ങൾ കൊടുക്കുന്നതിൽ കൂടുതലൊന്നും അധികാരമൊന്നുമില്ല. അവരൊന്നും രാജാക്കന്മാരൊന്നുമില്ല. അത് രാജഭരണകാലത്തായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അവർക്ക് തോന്നലോ അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അത്ര അഹങ്കാരമുള്ളവരൊന്നും നമ്മൾ സെലക്ട് ചെയ്യപ്പെടുവാൻ പാടില്ല. ജനങ്ങളുടെ സേവകരാണ്. ജനങ്ങൾക്ക് പക്ഷേ തെറ്റ് കണ്ടാൽ പ്രതികരിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. തെറ്റ് കണ്ടാൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തു. പക്ഷെ അതിനൊക്കെ അതിൻ്റേതായ പ്രോപ്പർ വഴിയുണ്ട്. വഴിയിൽ നമ്മൾ ശരിക്കും നമ്മൾ പഴയ കാലത്തെ ബാർബേറിയൻ രീതിയിലുള്ള യുദ്ധങ്ങളല്ല റോഡിലൊക്കെ നടത്തേണ്ടത്. അത് തെറ്റായിപ്പോയി. തീർച്ചയായിട്ടും തെറ്റായിപ്പോയി.
അങ്ങനെയൊരു അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിരിക്കുന്നു. ആശുപത്രിക്കകത്ത് ബലാത്സംഗം നടത്തിയിട്ട് ആ പെൺകുട്ടി നീതിക്ക് വേണ്ടി അലയുന്നു. അതിൽ ആശുപത്രിയിൽ വേറെ ചില ഇഷ്യൂസുകളുമായിട്ട് സ്ത്രീകൾ അലയുന്നു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജനപ്രതിനിധിയാണെന്നോ എന്നുള്ള അഹങ്കാരത്തിലൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ മോശമാണ്. ജനങ്ങളതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബിഹേവിയർ പോലും ജനങ്ങൾക്ക് അവരെ സൂക്ഷ്മമായിട്ട് അറിയാനും പഠിക്കാനുള്ളത്. ഈ കുട്ടി ആരെന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ പ്രായമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി എത്രയോ കാലം രാഷ്ട്രീയ രംഗത്തൊക്കെ ഇരിക്കേണ്ടത്. വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അത് നല്ല രീതിയിൽ അത് പോകുക. അതിനെ പ്രതികരിക്കുന്നതിനൊക്കെ അതിൻ്റേതായ ഒരു പ്രോപ്പർ വേ ഉണ്ട്. അത് എന്തായാലും ഒരു മുതിർന്ന ഒരു പൗരൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ അവരോട് രണ്ടുപേരോടും പറഞ്ഞത്, എം എൽ എയോടും മേയറോടും പറയുന്നത്. നിങ്ങൾക്ക് അത് പ്രതികരണം പബ്ലിക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. 15 പേരെ റോഡിൽ രാത്രി ഇറക്കി വിട്ടതും ശരിയല്ല. നിങ്ങൾക്ക് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമായിരുന്നു. തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ കാണിച്ച ഷോ എല്ലാം ജനങ്ങൾ കണ്ടു. വളരെ മോശമായിപ്പോയി. നിങ്ങൾക്ക് ഒരു 90% നിങ്ങൾക്കെതിരാണ്, ഒരു 10% നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയാസ് എല്ലാം കുറേ ദിവസം കൊണ്ട് നോക്കുമായിരുന്നു. അതിനകത്തുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ഹിതം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാ ജനപ്രതിനിധികൾക്കും ഇതൊരു മോഡലാവട്ടെ. ജനങ്ങളുമായിട്ട് പ്രതികരിക്കും, വളരെ മാന്യമായിട്ട് പ്രതികരിക്കുക. ഒരു തൃശ്ശൂരിൽ നിന്ന് ഓടിച്ച് എത്രയോ മൈലുകൾ ഓടിച്ചു വന്ന ഒരു മനുഷ്യനോടാണ് നിങ്ങൾ ചെയ്തത്. ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയായ ഈ ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മകളാണ്, തൊഴിലാളിയുടെ മകളാണ്. അവളത് മനസ്സിലാക്കണം. ഇത്രയും ദൂരം ഓടിച്ചു വന്ന ഒരു KSRTC ഡ്രൈവറാണ്. അവൻ എത്രമാത്രം നമുക്ക് ഓടിച്ചു വരുമ്പോൾ അറിയാം അതിൻ്റെ ഒരു വിഷമവും പ്രയാസവും ചൂടും ആവിയും. അവൻ എത്രയും പെട്ടെന്ന് അവനെ പട്ടത്ത് വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഇതൊക്കെ തെറ്റ് തന്നെയാണ്. ഇതിന് എത്ര നിങ്ങൾ ന്യായീകരിച്ചാലും നിങ്ങൾക്ക് ലൈംഗിക ശിക്ഷ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വേറെ വകുപ്പെടുക്കാം. പക്ഷേ കാണിച്ചത് ജനങ്ങളുടെ മധ്യത്തിൽ തെറ്റാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ അഭിപ്രായം. അതിന് ഇനി തല പോയാലും ഇതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ജനപ്രതിനിധികൾ ഇത് ശ്രദ്ധിക്കണം, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത് നിങ്ങളൊക്കെ ചെറിയ പിള്ളേരാണ്, ഇമേജുകൾ സൂക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കരിയറിനൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ്. ജനങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തെയും കാര്യങ്ങളെയും നിങ്ങൾ പറയുന്നു, നിങ്ങൾ തെരുവിൽ കിടന്ന് അടിക്കുന്നതൊക്കെ വളരെ മോശമായിപ്പോയി. ഇതൊരിക്കൽ കൂടി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു കാണാം. നന്ദി, നമസ്കാരം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മൾ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടു. അതിൻ്റെ ഇടയിലുള്ള കമൻറ്റുകളെല്ലാം ഇവർക്കെതിരാണ്. പാർട്ടിക്കാരൊന്നും അങ്ങനെയൊന്നുമല്ല, ഞാനും പാർട്ടിയോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. പക്ഷേ ഒരു സാധാരണ ജനം എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള മാത്രമേ. മറ്റു വീഡിയോ മറ്റൊരു കാണാം. നന്ദി, നമസ്കാരം.